കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സ്റ്റോപ്പ്, ഒന്ന് നിർത്തണേ. ഇപ്പൊ നീ പൊയ്ക്കോ സുസ്മിതേ. നീ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു വട്ടം കൂടി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ശാന്തേ, ശാരദാമ്മേ, ഉച്ചയൂണിന്റെ സമയം കഴിഞ്ഞില്ലേ? ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. എല്ലാം ഒതുക്കിയില്ലേ? ശാരദേ, ഗോപാലട്ട് ഗോപാലേട്ടൻ എന്താ ഇപ്പൊ ഈ നേരത്ത്? അതെന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തുറന്നു പറയുന്നോണ്ട് ഗോപാലേട്ടന് മുഷ്ടിലൊന്നും തോന്നരുത്. ഗോപാലേട്ടന്റെ ഭാര്യയായിരുന്നു ഞാനെന്നുള്ളത് സത്യമാ. പക്ഷെ ഗോപാലേട്ടനിപ്പോ മറ്റൊരു ഭാര്യയുണ്ട്. അതിനിടെ ഗോപാലേട്ടൻ അടിക്കടി ഇവിടെ വരുന്നത് മനസ്സിൽ മറ്റൊരു വിചാരവുമായല്ല ശാരദ ഞാൻ വന്നത്. ഇതുവഴി ഒരു അത്യാവശ്യത്തിന് പോവായിരുന്നു. വിശപ്പ് തോന്നിയപ്പോ അടുത്തൊരു ഹോട്ടലുള്ള കാര്യം ഓർമ്മ വന്നു. വിശന്ന് വലഞ്ഞു വരുന്ന ഒരു അപരിചിതന് കിട്ടുന്ന പരിഗണന പോലും കുടുംബശ്രീന്ന് എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. അയ്യോ, സാരമില്ല. അയ്യോ ഗോപാലേട്ട പോലെ. ഗോപാലേട്ടൻ ഭക്ഷണം കഴിക്കാനാ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വാ, ഇങ്ങോട്ടിരിക്കാം. അല്ല, ഞാനിവിടെ വരുന്നത് നിനക്കും മക്കൾക്കും മാനക്കേടാണെങ്കിൽ വേണ്ട ശാരദേ, ഞാൻ മറ്റെവിടെയെങ്കിലും പോയി കഴിച്ചോളാം. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഗോപാലേട്ടാ. ഗോപാലേട്ടനെ എന്റെ മനസ്സിൽ കള്ളമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ നാട്ടുകാരെ പലവിധമല്ലേ, പലതും പറഞ്ഞെന്നിരിക്കും. അതിനിപ്പോ ഞാൻ വീട്ടിലെ ഊണുമുറിയിരുന്നല്ലോ ശാരദ കഴിക്കുന്നത്, കുടുംബശ്രീ ഹോട്ടലിലല്ലേ. മനസ്സിലായി ഗോപാലേട്ടാ. ഞാൻ പറഞ്ഞത് മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞേക്ക്. വാ, ഇരിക്ക്. വാ ശാന്തേ, ചോറെടുക്ക്. ചോറ്? ആ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ചോറ് ഇരിക്കുന്ന കണ്ടല്ലോ, എടുത്തിട്ട് വാ. ഇതോടെ കൊണ്ടു ചെല. ശാന്തേ, ഇങ്ങോട്ട് നീ പോയി ചോറെടുത്തുണ്ടോ? ഇത് ശാരദാമ്മയ്ക്ക് മാറ്റിവെച്ചതല്ലേ? ഇത് അയാൾക്ക് കൊടുത്താ ശാരദാമ്മ എന്ത് കഴിക്കും? ആ ചോറിഞ്ഞ് എടുക്ക് ശാന്തേ. ഇങ്ങോട്ട് നീ കറി എടുത്തുണ്ടോ? അല്ല, സാമ്പാർ തന്നെയല്ലേ ഇഷ്ടം? അതെ. നീ കഴിച്ചതാണോ ശാരദേ? ഞാൻ കഴിച്ചു.
എന്തേ? അന്നത്തെ അതേ രുചി. അന്ന് നീ നമുക്ക് മാത്രമായൊരു വിഭവം ഉണ്ടാക്കുമായിരുന്നല്ലോ. ആ പൈനാപ്പിൾ അച്ചാറ്. അതുണ്ടാവോ കുറച്ചെടുക്കാൻ? അത് ശാന്തേ, ആ പൈനാപ്പിൾ അച്ചാറല്ലേ, അതിങ്ങെടുത്തോണ്ടോ. ആ ശാന്തേ, തിരിച്ചു വരുമ്പോഴേ ഊണ് റെഡി എന്നുള്ള ബോർഡ് അങ്ങ് മാറ്റിയേക്കണേ. എടുത്തിട്ട് വാ, വേഗം എടുത്തിട്ട് വാ, ചെല്ല്. ശാരദേ, 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 ഇല്ല, എവിടെ പോയി ചത്തൊടുങ്ങി? രാജേശ്വരി എന്താ ഇവിടെ? അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്. നിനക്കെന്താ ഈ വീട്ടുകാരി? വന്ന് വന്ന് വേലക്കാരി വീട്ടുകാരിയായോ? വിചാരിക്കാതെ വീടിനകത്ത് ആളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. രാജേശ്വരിക്ക് ഈ വീടിന്റെ ഏത് മുറിയിലും ഏത് സമയത്തും കയറി വരാം. അതിനുള്ള അവകാശം എഴുതി തന്നിട്ടുണ്ട് നിന്റെ ശാരദ. എവിടെ അവര്? മതി ശാരദേ, മതി. എന്താടി നിന്റെ അണ്ണാക്കിന്റെ പിരിവെട്ടിയോ? ശാരദ എവിടെയെന്ന് പറയടി. ശാരദമ്മ പുറത്തു പോയി. ശ്യാമയോ? ശ്യാമ കോളേജിൽ പോയി. അവരാരും ഇല്ലാത്തപ്പോ നിനക്കിവിടെ എന്താ കാര്യം? നീ ഇവിടെ എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്നതാണോ? അല്ല. നിന്റെ കയ്യിലെന്താ? അച്ചാറാ. അതിങ്ങ് തരാൻ. അച്ചാറ് തന്നെ. ഇത് ആർക്ക് കൊണ്ടുപോവുക? ഹോട്ടൽ അടച്ചില്ലേ? ആരാടി സ്പെഷ്യൽ ഗസ്റ്റ്? പറയടി, ആരാന്ന്? കുറച്ചുകൂടെ ചോറ്. മതി മതി ശാരദ, മതി. ഗോപാലേട്ടൻ ശാരികയുടെ വീട്ടിൽ പോയ വിശേഷമൊന്നും പറഞ്ഞില്ല. വീടും ചുറ്റുപാടും ഒക്കെ കൊള്ളാം. പിന്നെ വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും ഒക്കെ അവളെ വലിയ കാര്യ. അതൊരു ഭാഗ്യമല്ലേ? അങ്ങനൊരു ബന്ധം ഒത്തുകിട്ടാനും ഒരു യോഗം വേണം. ശാലിനിയുടെ കാര്യത്തില് മനസ്സിലൊരു ഭാരം ഉണ്ടായിരുന്നു, അത് ഒഴിഞ്ഞു കിട്ടി. എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഒന്നിലും ഇടപെടാൻ കഴിയില്ലല്ലോ. ചോദിക്കാനും പറയാനും ഒക്കെ ഒരച്ഛനുണ്ടെന്ന് വന്ന പലരുടെയും മനോഭാവം മാറും. ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. ചോറ് മതി 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 മതി. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഗോപാലേട്ടന് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ അച്ചാർ ഇപ്പൊ വരും. വേണ്ട ശാരദേ, മതി, ഒട്ടും വേണ്ട. കുറച്ചുകൂടെ ഇടാം, കുറച്ചുകൂടെ കഴിച്ചേ പറ്റൂ. മതി മതി മതി, കുറച്ചേ ഉള്ളൂ. മതി. ഞാനുണ്ടാക്കിയ പൈനാപ്പിൾ അച്ചാർ ഉണ്ടെങ്കിൽ ചോറ് എത്ര കഴിച്ചാലും മതിയാവൂല എന്ന് പറയുമായിരുന്നു ഗോപാലേട്ടൻ. അതൊക്കെ ഓർക്കുന്നുണ്ടോ ആവോ? ഉണ്ട് ശാരദേ. നീ എന്ന് പറഞ്ഞില്ലേ ഭൂതകാലത്തിൽ മാത്രമേ ശാരദ ജീവിച്ചിട്ടുള്ളൂ എന്ന്. ആലോചിച്ചു നോക്കുമ്പോ എന്റെ കാര്യത്തിലും അത് ശരിയാ. മുമ്പേ ജീവിച്ചിട്ടുള്ളൂ, ഇപ്പൊ ജീവിക്കുന്നേ ഉള്ളൂ. പൈനാപ്പിൾ അച്ചാർ എടുക്കാൻ പോയോളെ കാണുന്നില്ലല്ലോ.
ആളിവിടെ ഉണ്ട് മാഡം. ഗോപാലേട്ടന് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ അച്ചാർ. ഇരിക്കണം ഗോപാലേട്ടാ. പൈനാപ്പിൾ അച്ചാറൊക്കെ വന്നതല്ലേ, നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. നിങ്ങൾ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഞാനേ അച്ചാർ വിളമ്പിത്തരാം. എവിടെ സ്പൂണ്? ആ, രാജേശ്വരി, നീ വിചാരിക്കുന്ന പോലൊന്നും. അതിന് ഞാൻ എന്ത് വിചാരിച്ചു എന്നാ ഗോപാലേട്ടൻ ഈ പറയുന്നേ? ഗോപാലേട്ടാ, നിങ്ങളുടെ ഇത്രയും കാലത്തെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാ ഇവിടെ. ഇതുവരെ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? ശാരദയും നിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല, മക്കളുമായുള്ള ബന്ധം മാത്രം അറുത്തു മാറ്റാൻ പറ്റില്ലെന്ന് അല്ലേ? രാജേശ്വരി, അതിനിവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊരു ഹോട്ടലാ. ഊണ് കഴിക്കാൻ വേണ്ടിയാ ഗോപാലേട്ടൻ ഇവിടെ വന്നത്. ഞാനത് കൊടുത്തു. എന്റെ ജീവിതമാർഗമാ ഇത്. ഹോട്ടലിൽ ഊണ് കഴിക്കുന്നവർക്കെല്ലാം ചേർന്ന് നിന്ന് വിളമ്പിക്കൊടുത്ത് കുടുംബവിശേഷം പറയൂ നിങ്ങൾ ശാരദ. അവളുടെ ഒരു കുടുംബശ്രീ. രാജേശ്വരിയുടെ ഊണിന് രുചി പോരാതായി തുടങ്ങി അല്ലേ ഗോപാലേട്ടാ? രാജേശ്വരി, അത് ഇവിടുത്തെ പൈനാപ്പിൾ അച്ചാറിന്റെ രുചി അസ്ഥിയിൽ പിടിച്ച് കിടക്കുകയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഗോപാലേട്ട എന്നെ തേടി വന്നത്? രാജേശ്വരി, ഞാൻ നിങ്ങൾ എന്നോട് ചതിയ ഗോപാലേട്ട ചെയ്തത്. ഇതെന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ശാരദേ, നിങ്ങളോട് ചെറിയൊരു ദയ തോന്നിയതാ എനിക്ക്. ഇനി അതുകൂടിയില്ല. വരാനുള്ളത് അനുഭവിക്കാൻ തയ്യാറായിക്കോ. ഗോപാലേട്ടൻ ഇരിക്കെ, ആഹാരം കഴിക്കും. മതിയായി ശാരദേ. കൈ കഴുകാൻ. ശാരദാമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, കാര്യങ്ങള് എന്റെ കൈവിട്ടു പോയി. മനസ്സിലായി ശാന്തേ. ഞാൻ ഇറങ്ങട്ടെ ശാരദേ. പാവത്തിനെ ഇന്നവര് കൊല്ലും. നമ്മളെയും രാജേശ്വരി വെറുതെ വിടില്ല ശാരദാമ്മേ.
എങ്ങോട്ടാ പോയത്? ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണല്ലോ പോയത്. എങ്ങോട്ടാ ഭാമ നീ ഒന്നും പറയാതെ പോയത്? സീമന്ത ചടങ്ങിന് സമയമായി എന്റെ മോൾക്ക്. അവളെ പൊന്നും പട്ടും ചൂടി ഒരുക്കുന്നതിന് പകരം വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നറിയാൻ DNA ടെസ്റ്റിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാലേ എനിക്ക് ക്ഷമിക്കാനാവോ രാഘവേട്ട? ഭാമയോട് ആരെയും മണ്ടത്തരൊക്കെ പറഞ്ഞത്? വായ പോയ ഏതെങ്കിലും കോടാലിയായിരിക്കും. വിട്ടുകള ഭാമയെ. അവസരം മുതലാക്കുകയാണല്ലോ ഈ കാർന്നൂര്. അല്ല, ഭാമ എങ്ങോട്ട് ഇപ്പൊ പോയത്? ഹോസ്പിറ്റലിലേക്ക്. അവിടെ പ്രീതിയെ DNA ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രീതി ഉണ്ടായിരുന്നു അവിടെ? പ്രീതി ഉണ്ടായിരുന്നു. അതച്ചാ ശാലിനി പ്രീതിയെ മന്ത്ലി ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടുപോയതാ. ആഹാ. അതേ നോക്കച്ച അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ട. അതെ, പ്രീതിയുടെ കാര്യങ്ങള് ശാലിനി വേണ്ട സമയത്ത് നോക്കിക്കൊണ്ടും ചെയ്യുന്നതിന്റെ സന്തോഷം ഇത്. അതെ അതെ. ഞാനെന്താ ചെയ്യില്ലെന്നാണോ? അതിന് നീ ചെയ്തില്ലല്ലോ സുസ്മിതേ. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിന് ആദരവും അംഗീകാരവും കൊടുക്കും ഈ സത്യഭാമ. ആന്റിക്ക് അവളോട് സോഫ്റ്റ് കോർണർ ഉണ്ടായോ? ഇത് കുഴപ്പമാണല്ലോ. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. കറുപ്പേതാ വെളുപ്പേതാന്ന് ഭാമ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. അല്ല മോളെ, പ്രീതി എന്തിനാ ഹോസ്പിറ്റലിൽ വന്നത്? DNA ടെസ്റ്റിന് തന്നെയാ അച്ഛാ.